ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണത്തിൽ പറയേണ്ട മോളെ, ഇനി നീ പുറത്തൊന്നും ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട, വരാന്തയിൽ പോലും നിൽക്കണ്ടെന്നൊക്കെ പറയാണ്. അച്ഛൻ ഇങ്ങനെ പേടിച്ചാലോ? അച്ഛാ, എനിക്കൊന്നും സംഭവിക്കില്ല മോളെ, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ പെൺമക്കൾക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും ഒന്നും സംഭവിക്കരുത്. ആ വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ, അവൻ അപകടകാരിയല്ല ഗംഗപ്രസാദിനെ സ്റ്റെഫീനെയൊക്കെ വെച്ച് നോക്കുമ്പോ. പക്ഷെങ്കിലും അവനെ സൂക്ഷിക്കണം മോളെ. നമ്മൾ അപകടകാരി തന്നെ മാറ്റി നിർത്തിട്ട് അവസാനം അവനാണ് പണി തരുന്നതെന്നുണ്ടെങ്കിലോ, അതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊക്കെ വെറുതെ ആയി പോയില്ലേ. കിരൺ മോൾ എത്ര റിസ്ക് എടുത്തിട്ടാ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടണത്. അതുകൊണ്ട് എന്തായാലും മോൾ അകത്തേക്ക് പോ, ഞാൻ പറയണമെന്ന് കേൾക്കുമ്പോ ഈ അച്ഛന്റെ ഒരു കാര്യം, മോൾ അകത്തേക്ക് പോ മോളെ എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ അകത്തേക്ക് കൊണ്ടുപോകാട്ടോ പ്രകാശൻ. അതിനുശേഷം പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, വിക്രം എങ്ങാനും തന്നെ പെമ്മക്കളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് കൊല വിളിക്കാൻ തന്നെ പ്രകാശനും തീരുമാനിക്കാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന കാദംബരിനെയാണ്. കാദംബരി കല്യാണത്തിൽ സംസാരിക്കാട്ടോ. കല്യാണി പറയണ്ട്, ഹോ ഈ വിക്രം എത്ര കിട്ടിയാലും പഠിക്കില്ലോ ചേച്ചി. സാധാരണയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്നോ രണ്ടോ അനുഭവം കിട്ടുമ്പോ പിന്നെയും പഠിക്കും. ഇവൻ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്ന് കല്യാണി പറയുമ്പോഴേക്കും കാദംബരി പറയണ്ട്, അത് തന്നെയാ എനിക്കും മനസ്സിലാവാത്തത്. രതീഷ് ഏട്ടൻ പറഞ്ഞതേ മിക്കവാറും വിക്രവും മരിക്കാൻ പോണത് കിരൺ സാറിന്റെ കൈകൊണ്ടിട്ടായിരിക്കുമെന്ന. അവന്റെ വിധി അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കട്ടെ, അല്ലാതെ മറ്റുള്ളവരെ കൊല്ലാനും മുടിപ്പിക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരെ പിന്നെ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഈ സമൂഹത്തിൽ എന്താണ് ദ്രോഹമല്ല അവര് ചെയ്യണത്. അത് നീ പറഞ്ഞ ശരിയാ കല്യാണി. അവനായി അവന്റെ പാടായി, എന്നിട്ട് അവൻ കാരണം വേറെ ആർക്കും അപകടം പറ്റാതിരുന്നാൽ മതി എന്റെ പ്രാർത്ഥന എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് കിരണിനെയാട്ടോ. കിരൺ രാവിലെ കമ്പനിയിലേക്ക് പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സരയു വരുന്നുണ്ട്. സരയു ഒന്നറിയത്തെ പോലെ കിരണിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കിരൺ പറയണ്ട്, അതെ സരയു, നീ പുതിയ വിശേഷം അറിഞ്ഞിരുന്നോ? പുതിയ വിശേഷമോ? അതെന്താ കിരണെ? എന്റെ പുന്നാര അളിയനുണ്ടല്ലോ, ഒരേ ഒരു അളിയൻ വിക്രമാദിത്യൻ, വിക്രം മഹാരാജാവ്, അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അവനോ? അതെ, അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കിരൺ പറയണം. അത് കേൾക്കുന്ന സരയു മനസ്സിൽ വിചാരിക്കണം, അവൻ പരോളിൽ ഇറങ്ങിയിട്ട് ആദ്യം കണ്ടത് എന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ സരയു നീ ആലോചിക്കണത്? ഒന്നുമില്ല. ഈ ശത്രുക്കളുടെ ഇത് കുറയുന്നില്ലല്ലോ കിരണെ, ഓരോന്നോരോന്ന് ഒഴിച്ചൊഴിച്ചോണ്ട് പോകുമ്പോഴേക്കും വീണ്ടും വീണ്ടും ഓരോരോ ശത്രുക്കൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, ഇത് അവസാന ശത്രു സരയു. വിക്രമം കൂടി കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളൊന്നുമില്ല, പിന്നെ അവൻ പരോളിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ ഉദ്ദേശം മിക്കവാറും കല്യാണിനെയും കാർത്തികേയനെയൊക്കെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും. അവൻ ഇല്ലാതാക്കാനും കൂടെ വരട്ടെ. എല്ലാവരും ഖടാരയായിട്ട് നടക്കണത്. മിക്കവാറും അവൻ തിരിച്ച് പരോള് കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിലേക്കൊന്നും പോകാൻ പോണില്ല. അവന്റെ അന്ത്യകർമ്മം ഇവിടെ നടത്തും. എന്തായാലും അളിയനായതുകൊണ്ട് അവൻ മരിക്കുകയാണെങ്കിൽ അവന്റെ കർമ്മങ്ങളൊക്കെ നടത്തിയേ പറ്റൂ എന്ന് പറയണം. എന്തായാലും അവൻ അങ്ങനെ ഉപദ്രവിക്കാൻ വരാമെങ്കിൽ കൊല്ലണം കിരണെ, അവനെ കൊല വിളിക്കണം എന്ന് സരയു പറയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാ സരയു എന്റെയും പ്ലാന് എന്ന് കിരൺ പറയുന്നുണ്ട്. കിരണെ, ഞാനിന്ന് കുറച്ച് നേരത്തെ പോകും കേട്ടോ. അതെന്താ സരയു? വേറൊന്നല്ല കിരണെ, നല്ല തലവേദനയുണ്ട്, നാളെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ നാളെ നീ ലീവാണോ? അതെ കിരണെ, എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാ. ശരിയെങ്കിൽ എന്ന് പറയാണ്. അങ്ങനെ സരയു അവിടെ നിന്ന് പോകുന്നുണ്ട്. നാളെ വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് സരയു ലീവ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും സരയു വിക്രത്തിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. വിക്രത്തോട് പറയണ്ട്, കിരണക്കെ നിന്നെ കൊല വിളിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. കാരണം നീ കല്യാണിനെ കൊല്ലുമെന്ന് അവന് നന്നായിട്ട് പേടിയും അതുപോലെ തന്നെ ആശങ്കയുണ്ട്, അതുകൊണ്ട് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് വിക്രം പറയണ്ട്, സരയു നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ കിരണിനെ ഒന്നും ചെയ്യാൻ പോലില്ല, കല്യാണിനെ മാത്രമേ ചെയ്യുള്ളൂ. എനിക്കറിയാം രാഹുലങ്കൾ കല്യാണിനെ കുത്തി എന്നുള്ള കാര്യം, പക്ഷെ കുത്തു കൊണ്ട സമയത്ത് അവിടെ കിരൺ ഉണ്ടായിരുന്നു, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പക്ഷേ രാഹുലങ്കൾ കത്തിയായിട്ടല്ല അവളെ കുത്താൻ പോയത്, അതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഞാൻ കത്തിയായിട്ടല്ല പോണത്, സ്പോട്ടിൽ മരിക്കാൻ പോണ ഒരു സാധനമായിട്ടാ. അതെന്താ വിക്രമേൻ ചോദിക്കുമ്പോഴേക്കും വേറൊന്നുമല്ല, തോക്ക് വെച്ചിട്ട് ഞാൻ കൊല്ലാൻ പോണത്. ഒരു ഷൂട്ട്, എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം. എന്നെ അതൊക്കെ ഗംഗേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? അതെ, അവളുടെ തല നോക്കി ഒരൊറ്റ വെടി, അതോടെ അവള് തീർന്നു. പിന്നെ ഒന്നോ രണ്ടോ മാസമൊക്കെ അവളെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നീ കരഞ്ഞു മെഴുകിക്കോട്ടോ. അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിയുമ്പോ പതുക്കെ കിരണിന്റെ മനസ്സ് മാറും. എന്തൊക്കെ പറഞ്ഞ കല്യാണി അല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവനൊരാണല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും അവനും പതുക്കെ കല്യാണിനെ മറന്നു തുടങ്ങും. ആ സമയത്ത് വേണം നീയായിട്ടല്ല, നിന്റെ അമ്മമാരായിട്ടും അതുപോലെ തന്നെ കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വേണം നിന്റെ പ്രപ്പോസൽ കിരണിന്റെ മുമ്പിൽ നടത്താനായിട്ട്. എടാ, കല്യാണി മരിച്ച തീർച്ചയായിട്ടും അവൻ എന്നെ കിരണിനെ കൊണ്ട് കെട്ടിക്കോടാ, അത് ഉറപ്പാണ്. എങ്കിൽ നോക്കിയിരുന്ന സരയു അവളുടെ മരണം ഉറപ്പിക്കുക, എങ്കിൽ അത് നമുക്ക് നാളെ തന്നെ ചെയ്താലോടാ എന്ന് സരയു ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അതിനെന്താ, നാളെ തന്നെ ചെയ്യാം. അല്ല, അതിനെ പറ്റിയ അവസരവും സ്ഥലവും ഒക്കെ നീ എന്താ കണ്ടുവച്ചേക്കണത്? അവളിപ്പോ സൈറ്റിലൊന്നും പോകുന്നില്ലടാ, അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട്. പക്ഷെ വേറൊരു സ്ഥലത്ത് അവള് പോവാറുണ്ട്.
രാവിലെ അല്പം നടക്കണമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം രാവിലെ അവൾ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കൂടെ കിരണോ ഉണ്ടാവും, അല്ലെങ്കിൽ കാർത്തിക ലക്ഷ്മി അമ്മയൊക്കെയാണ് ഉണ്ടാവണത്. എന്തായാലും നീ ഇപ്പൊ പരോളിൽ ഇറങ്ങിയോണ്ട് കിരണോ തന്നെയായിരിക്കും കൂടുതലും ഉണ്ടാവാൻ ചാൻസ്. അതുകൊണ്ട് നാളെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലോ? എങ്കിൽ സരിയോ, നാളെ നീ അവൾ നടക്കാൻ പോകുമ്പോ ഏത് വഴി കൂടെ അവൾ നടക്കാൻ പോകുന്നത് നീ ഒന്ന് പറയണം. ശരി വിക്രം, പിന്നെ വേറൊരു കാര്യം, നാളെ ഞാനും അവരുടെ കൂടെ ഉണ്ടാവും. അതെന്തിനാ? അവള് കിടന്ന് പെടയണത് എന്റെ കണ്ണുകൊണ്ട് കാണണം വിക്രം. എനിക്ക് എത്ര നാളായി, എത്ര വർഷങ്ങളായി അവളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അവള് കാണുക എന്റെ അച്ഛൻ മരിച്ചത്. ആ സമയത്ത് ഒരു തുള്ളി കണ്ണീര് എനിക്ക് ഇത് കളയാൻ പറ്റിയിട്ടില്ല. ആ വിഷമമൊക്കെ എന്റെ നെഞ്ചിൽ കിടന്നിങ്ങനെ പെടയുവാണ്. എനിക്കൊന്ന് പൊട്ടിക്കരയണം എന്റെ അച്ഛൻ മരിച്ചതിന്. എന്റെ അച്ഛന്റെ ആ മുഖം ആലോചന എനിക്കൊന്ന് പൊട്ടിക്കരയണം വിക്രമെ. അതിന് പറ്റിയ അവസരം ഇത്. കല്യാണി മരിച്ചു കിടക്കുമ്പോ അവൾക്ക് വേണ്ടല്ല, എന്റെ അച്ഛന് വേണ്ട ഞാൻ കരയാൻ പോണത്. അത് കണ്ട് കിരൺ വിചാരിക്കണം ഞാൻ കല്യാണി കിടക്കണ കണ്ട് കരയുവാണെന്ന്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം. തീർച്ചയായിട്ടും വരും സരയു എന്ന് പറയണം. രാവിലെ തന്നെ കിരണും കല്യാണി നടക്കാൻ പോകുമ്പോ കൂടെ സരയും പോകുക കേട്ടോ. അങ്ങനെ നടന്ന് ആരും അധികം നടക്കാത്ത ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതായത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അവിടെ സരയും കല്യാണിയും കിരണും കൂടി ഇങ്ങനെ നടക്കുവാണ്. കിരണാണെങ്കിൽ കല്യാണിയുടെ തോളത്ത് കൈയിട്ടിട്ടാണ് ഇങ്ങനെ പതുക്കെ നടക്കുന്നത് കേട്ടോ. അത് കാണുമ്പോ സരിയുടെ ദേഷ്യം വരണം. ഓ, അവരുടെ നടത്തം കണ്ടാ തോന്നുന്നു ഇന്നലെ കല്യാണം കഴിഞ്ഞവരാണെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമേ, എന്നിട്ട് നടത്തം കണ്ടില്ലേ എന്നൊക്കെ വിചാരിക്കണം. ആ കുഴപ്പമില്ല, അവസാനം നടത്തുമല്ലേ, ഇനി ഇവളുടെ ജീവനുള്ള ശരീരം അവനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സരിയു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് വിക്രം വരുന്നുണ്ട് കേട്ടോ. തോക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. ശേഷം വിക്രം നോക്കുമ്പോഴേക്കും സരിയും അതുപോലെ തന്നെ കിരണും നമ്മുടെ കല്യാണിയും കൂടി നടന്നിങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് വിക്രമാണെങ്കിൽ ആ തോക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കാണ്. കല്യാണിയുടെ നേരെ തന്നെയാണ് ചൂണ്ടി നിൽക്കുന്നത് കേട്ടോ. വിക്രത്തിന് ഉന്നമൊന്നും പിഴക്കുന്നില്ല. കല്യാണിയുടെ തലയുടെ പുറകെ തന്നെയാണ് തോക്ക് കൊണ്ട് വെടിവെക്കണത്. കല്യാണി അവിടെ അപ്പൊ തന്നെ മരിച്ചു വീണ രീതിയിൽ പ്രൊമോയില് കാണിച്ചിരുന്നു. പക്ഷെ കല്യാണി മരിക്കില്ല കേട്ടോ. ആ കാണിച്ചത് സരിയുവിന്റെ വിക്രത്തിന്റെ സ്വപ്നം മാത്രമാണ്. ശരിക്കും അങ്ങനത്തെ ഒറിജിനൽ സംഭവിക്കുന്നുണ്ട്. അവര് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്, വിക്രം അവിടെ എത്തുന്നുണ്ട്, തോക്ക് വെച്ച് വെടിവെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ വെടിവെക്കണ സമയത്ത് വിക്രത്തിനെ പുറകെ നടിച്ചു വീഴ്ത്തുന്നുണ്ട്. അത് വേറെ ആരുമല്ല, പ്രകാശൻ. അതെ, ഇത്രയും ശത്രുക്കളെ കൊന്നൊടുക്കിയത് കിരണാണല്ലോ. പക്ഷെ നമ്മുടെ വിക്രത്തിനെ കൊന്നൊടുക്കാൻ പോണത് പ്രകാശൻ തന്നെയാട്ടോ, അത് ഉറപ്പാണ്. പക്ഷെ പ്രകാശൻ ജയിലിൽ പോകട്ടോ. ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രകാശൻ ജയിലിൽ പോകും. കാരണം വേറൊന്നുമല്ല, വിക്രത്തിന് ഇപ്പൊ മരിച്ചാലും ആരും പരാതി കൊടുക്കാനില്ലെങ്കിൽ പോലും ഒരാൾ മരിച്ചിങ്ങനെ പൊതു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോഴേക്കും പിന്നെ പരോളിൽ ഇറങ്ങിയ ഒരാളും കൂടിയിട്ടാണ്. വിക്രം സത്യം പറഞ്ഞാല് കൊലപാതകം ചെയ്തിട്ടൊന്നല്ല ജയിലിലേക്ക് പോയിരിക്കുന്നത്. ആൾക്കാരുടെ തല തല്ലി പൊട്ടിച്ചിട്ടും മോഷണ ശ്രമത്തിനെയും കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ വിക്രത്തിനെ കൊന്ന സ്ഥിതിക്ക് നമ്മുടെ പ്രകാശൻ എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞതല്ല, ക്ലൈമാക്സ് പ്രൊമോ എന്ന് പറഞ്ഞ അവരിട്ട പ്രൊമോയിൽ പെൺമക്കൾക്ക് വേണ്ടി പ്രകാശൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും അങ്ങനെ തന്നെ നടക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.